കേരളത്തിലെ SIR നടപടികൾ താൽക്കാലികമായി തടയണം എന്നാവശ്യപ്പെട്ട് കേരളം സുപ്രീം കോടതിയിൽ. നടപടികൾ പൂർണ്ണമായി റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് മുസ്ലിം ലീഗും കോൺഗ്രസും ഉൾപ്പെടെയുള്ള രാഷ്ട്രീയ പാർട്ടികൾ ഹർജി സമർപ്പിച്ചതിന് പിന്നാലെയാണ് സംസ്ഥാന സർക്കാരും ഹർജി നൽകിയത്. SIR നേരിടുന്നതിനായി PCC അധ്യക്ഷന്മാരുടെ യോഗം ഡൽഹിയിൽ ചേർന്നു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനാൽ SIR നടപടികൾ മരവിപ്പിക്കണമെന്നാണ് കേരളം ആവശ്യപ്പെടുന്നത്. SIR-നും തെരഞ്ഞെടുപ്പിനും നിയോഗിക്കേണ്ടത് സർക്കാർ ഉദ്യോഗസ്ഥരായതിനാൽ ഇതിലെ അപ്രായോഗികത ചൂണ്ടിക്കാട്ടി ചീഫ് സെക്രട്ടറി ജയതിലകാണ് ഹർജി സമർപ്പിച്ചത്. SIR-നെ പൂർണ്ണമായും എതിർക്കാനുള്ള അവകാശം നിലനിർത്തിക്കൊണ്ടാണ് മരവിപ്പിക്കൽ ആവശ്യം മുന്നോട്ട് വെച്ചത്. വോട്ടർ പട്ടികയിലെ കൃത്യമായ പരിശോധന ജനുവരിയിൽ നടത്തിയതിനാൽ കേരളത്തിലെ SIR നടപടി പൂർണ്ണമായും റദ്ദാക്കണമെന്ന് മുസ്ലിം ലീഗ് ആവശ്യപ്പെടുന്നു. ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് വേണ്ടിയിട്ടുള്ള വിജ്ഞാപനം ഓൾറെഡി ഇറക്കി കഴിഞ്ഞു. അപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെല്ലാം അതിൻ്റെ പണിയിലാണ്. അതിൻ്റെ ഇടയിലാണ് സംസ്ഥാന സർക്കാരിൻ്റെ ഉദ്യോഗസ്ഥന്മാരെ തന്നെ ഉപയോഗിച്ചുകൊണ്ട് ഇത് ചെയ്യണം എന്നുള്ളതും അവർക്ക് ടാർഗറ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നതും. SIR നടപടി ഭരണഘടനാ വിരുദ്ധമെന്ന് KPCC അധ്യക്ഷൻ സണ്ണി ജോസഫ് സമർപ്പിച്ച ഹർജിയിൽ വ്യക്തമാക്കി. രാഷ്ട്രീയ പോരാട്ടത്തിനും കോൺഗ്രസ് തയ്യാറെടുക്കുകയാണ്. BLOമാരെ കൊല്ലാക്കൊല ചെയ്യുകയാണ് എന്നുള്ള കാര്യം ഞങ്ങൾ ആ മീറ്റിങ്ങിലൊക്കെ തന്നെ പറഞ്ഞു. കോടതി വഴി പോവും. രാഷ്ട്രീയമായും ഈ കാര്യത്തിൽ ചെയ്യുന്ന കാര്യങ്ങൾ ഇന്ന് അത് പാർട്ടിയുടെ ദേശീയ നേതൃത്വം എല്ലാവരെയും കേട്ടതിന് ശേഷം എടുക്കുന്ന തീരുമാനമായിരിക്കും. ഉത്തർപ്രദേശ് PCC-യും SIR-നെതിരെ കോടതിയിലെത്തിയിട്ടുണ്ട്. ഹർജികൾ നാളെ സുപ്രീം കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തും. മീഡിയ 1 ഡൽഹി.